ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അമ്മ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, അത് രവിയേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ പുളിശ്ശേരി, പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കി. ഇഞ്ചിക്കറിയും രവിയേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഉണക്കമാന്തൾ വറുത്തതുണ്ട്. പിന്നെ കാന്താരി മുളകരച്ച നല്ല ചമ്മന്തി, കൂടാതെ ഇന്നലെ വറ്റിച്ച മീൻകറിയും എല്ലാമുണ്ട്. രവിക്ക് ഇതിൽ പരം സന്തോഷമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റാണ് അമ്മയുടെ കറികൾക്ക്. അവൻ ആസ്വദിച്ച് ആഹാരം കഴിച്ചു. രണ്ടാമതും അമ്മ വീണ്ടും ചോറിട്ട് കൊടുത്തു, അതും കഴിച്ചു. അതെല്ലാം കഴിച്ച് രമ്യ പാത്രം കഴുകാൻ അമ്മയെ സഹായിച്ചു. അടുക്കളയൊക്കെ ക്ലീനാക്കാനും എല്ലാം സഹായിച്ചു. അതിനുശേഷം അവൾ റൂമിലേക്ക് വന്നു. ആഹാ, ഇന്ന് മനസ്സറിഞ്ഞ് ആഹാരം കഴിച്ചു. എന്തൊരു കൈപ്പുണ്യാണ് അമ്മയ്ക്ക്, രവി പറഞ്ഞു. നല്ല സ്വാദുള്ള കറികളായിരുന്നു. അല്ലെങ്കിൽ അറിയാം, മരുമോന് ഇഷ്ടമുള്ളതേ അമ്മ വെക്കുകയുള്ളൂ എന്ന് അവൾ കുസൃതിയായിട്ട് പറഞ്ഞു. അതിനുശേഷം അവർ കുറച്ചു നേരം ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. കുഞ്ഞ് ആ സമയം കൊണ്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രമ്യ തുടർന്ന് പഠിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പിന്നീട് പറഞ്ഞത്. ഞാനത് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു, രവി പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞിനെ നോക്കാനൊക്കെ അമ്മയുണ്ടല്ലോ, നീ പഠിക്കാൻ പോകുന്നെങ്കിൽ പൊയ്ക്കോളൂ, അവൻ പറഞ്ഞു. 2 ദിവസം കൂടി കഴിയട്ടെ, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് കോളേജിൽ ചെന്ന് കാര്യം തിരക്കാം, അതിനുശേഷം ജോയിൻ ചെയ്യാം, അവൾ രവിയോട് പറഞ്ഞു. എന്തായാലും വന്നതല്ലേ, 2 ദിവസം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, അവൾ പറഞ്ഞു. അങ്ങനെ രവിയും രമ്യയും കൂടി കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഫോണിലെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. രവി പറഞ്ഞു, നിനക്ക് കിടക്കണമെങ്കിൽ നീ കിടന്നോളൂ, അവനെ ഞാൻ ഉറക്കാം. അവൾ അങ്ങനെ കിടന്നുവെങ്കിലും അവൾ ഉറങ്ങിയില്ല. രവി കുഞ്ഞിനെ തോളിലിട്ട് തട്ടി അദ്ദേഹം ചെറിയ രീതിയിൽ പാടുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ. വാവാവോ പാടി തട്ടി കുഞ്ഞിനെ എങ്ങനെയോ ഉറക്കി. രമ്യ വിചാരിക്കുക, എല്ലാം രവിയേട്ടനങ്ങ് ചെയ്യും, തനിക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല. അങ്ങനെ കുഞ്ഞിനെ ഉറക്കി കിടത്തിയതിന് ശേഷം രമ്യയും രവിയും ഉറങ്ങാൻ കിടന്നു. ലൈറ്റ് അണച്ച് 2 പേരും കിടന്നു. ഇപ്പോൾ 2 പേരും തമ്മിൽ അകൽച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നേരം വെളുത്തു. രവി ജോലിക്ക് പോകാനായി ഇറങ്ങി. അമ്മ ചോറ് പൊതി അവൻ്റെ കയ്യിൽ കൊടുത്തു. വീട്ടിലാണെങ്കിൽ അവിടുന്ന് ചോറ് പൊതിയൊന്നും കിട്ടില്ല, ഹോട്ടലിൽ നിന്ന് കഴിക്കണം. ഇവിടെ വന്നാൽ പിന്നെ അമ്മ എപ്പോഴും ചോറ് പൊതി കയ്യിൽ കൊടുക്കും. വീട്ടിലെ ഫുഡ് കഴിക്കണം, ഹോട്ടലിലൊന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചോറ് പൊതിയും വാങ്ങി ആഹാരമൊക്കെ കഴിച്ച് അവൻ ഇറങ്ങി. പിന്നെ കുഞ്ഞിൻ്റെ അമ്മയും അമ്മയെ സഹായിക്കാൻ അമ്മ അടുക്കള ഭാഗത്തേക്ക് അവളെ കയറ്റുന്നതേയില്ല. കുഞ്ഞും അവളും കൂടി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം അമ്മയോട് ചോദിച്ചു, അമ്മയെ ഞാനെന്തെങ്കിലും സഹായിക്കണോ? വേണ്ട, ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ അടുത്ത്, നീ കൊച്ചിനെ നോക്കിയാൽ മതിയെന്ന്, പിന്നെ നീ എന്തിനാ എപ്പോഴും വന്ന് ചോദിക്കുന്നേ? അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, അവൾ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നപ്പോൾ അവൾക്ക് തോന്നി ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ച് കളയാം. അങ്ങനെ അവൾ കോളേജിലെ ഫ്രണ്ട്സിനെ വിളിച്ചു. വീണ്ടും ജോയിൻ ചെയ്തതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. നീ വാ, 2 ദിവസത്തിനകം വരാടി, വന്നേയല്ലേ ഉള്ളൂ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, രമ്യ പറഞ്ഞു. കൂട്ടുകാരികളെല്ലാം ഫുൾ സപ്പോർട്ട്. അവൾക്ക് കോളേജിൽ പൊക്കോളാൻ വയ്യ. സത്യം പറഞ്ഞാൽ ഫോൺ വിളിച്ചത് മെനയായെന്ന് തോന്നുന്നു, ഭയങ്കര ആഗ്രഹം. അങ്ങനെ കോളേജിൽ പോകാനുള്ള ദിവസം എത്തി. രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു പ്രാർത്ഥിച്ച് തിരികെ വന്നു. അപ്പോഴേക്കും രവി ഓഫീസിൽ പോകാൻ റെഡിയായി. ചന്ദനം അവൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു. അതിനുശേഷം കുഞ്ഞിനെ കുറച്ച് നേരമൊക്കെ എടുത്ത് കൊഞ്ചിച്ചു. കുഞ്ഞിന് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തു. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ജോലികളൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തു. കാര്യം കോളേജിൽ പോകുമ്പോൾ കുഞ്ഞിനെ നോക്കാനും വീട്ടിലെ ജോലി ചെയ്യാനും കൂടി അമ്മയ്ക്ക് പാടായിരിക്കും. അമ്മ പറഞ്ഞൊന്നുമില്ല സഹായിക്കാൻ, പക്ഷേ അവൾ അറിഞ്ഞു ചെയ്തു. അമ്മയോട് പറഞ്ഞ് അമ്മ പറയും ചെയ്യേണ്ടെന്ന്. അങ്ങനെ അതൊക്കെ ചെയ്ത് രവി ഓഫീസിൽ പോയതിന് ശേഷം അവൾ കോളേജിലേക്ക് ഇറങ്ങി. കോളേജിൽ ചെന്ന് പഴയ ഇതെല്ലാം പൊടി തട്ടിയെടുത്ത് ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന്
കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടുകാരികളെ ഇന്ന് വാങ്ങിച്ച് എഴുതി. കുറച്ചൊക്കെ അവളുമാർ വാട്സാപ്പിൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം കടയിൽ കയറി ആഹാരമൊക്കെ കഴിച്ചു. പപ്സും ചായയുമാണ് കഴിച്ചത്. അവളുമാരൊക്കെ പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ച് കഴിച്ചു. രമ്യയ്ക്ക് വിശപ്പില്ലായിരുന്നു. കാരണം വീട്ടിൽ അമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും. ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് വന്നതെങ്കിലും അമ്മ കറികളും കാര്യങ്ങളൊക്കെ അമ്മ വയ്ക്കും. നല്ല ടേസ്റ്റാണ്. ഇവിടുന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല. അവൾ അത് കാരണം ലഘുവായ ആഹാരം മാത്രമേ കഴിച്ചുള്ളൂ കടയിൽ നിന്ന്. ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കണമല്ലോ. അങ്ങനെ അവർ കടയിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു. ഇപ്പോൾ ക്ലാസ് ഉച്ചവരേ ഉള്ളൂ. മുമ്പാണെങ്കിൽ വൈകുന്നേരം വരെ ഉണ്ട്. അതുകൊണ്ട് രവിയേട്ടനെ കാത്തു നിന്ന് രവിയേട്ടൻ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ഉച്ചവരെ ഉള്ളൂ. അത് കാരണം ബസ് കാത്തു നിൽക്കണം. അങ്ങനെ ബസ് കാത്തു നിന്നപ്പോൾ അവൾ പരിചിതമായ ഒരു മുഖം കണ്ടു. ആ ഓർമ്മ അവളെ ഒരുപാട് വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി. ആ ഓർമ്മ അവളുടെ മനസ്സുകളെ പൊള്ളിക്കുകയും ചെയ്തു. പണ്ട് താൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തനിക്ക് ഒരാളോടൊരു പ്രണയമുണ്ടായിരുന്നു. ആ ആൾക്കും ഒരു പ്രണയമുണ്ടായിരുന്നു. ആ മുഖത്തെയാണ് ഞാനിന്ന് കണ്ടത്. ആ സംഭവങ്ങൾ അവളുടെ മനസ്സിൽ ഒന്നൊന്നായി കടന്നുപോയി. അപ്പോഴേക്കും അവൾക്ക് പോകാനുള്ള ബസ് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.